ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഉണ്ടെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദിയ ഏറി തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് ആ സമയത്തൊന്നും ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ തനിക്ക് ക്ഷമ ചോദിക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ താൻ വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെയായിരുന്നു ദിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം കൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, താൻ ചെയ്തത് തെറ്റാണ്, സോറി എന്നുള്ള രീതിയിലൊക്കെ. അത് അവിടെ തീരുമെന്നാണ് ആൾക്കാർ വിചാരിച്ചിരുന്നത്. പക്ഷേ എന്നാൽ പോലും ഉണ്ടെങ്കിൽ അത് അവിടെ തീർന്നില്ല. പിന്നെ ഉണ്ടെങ്കിൽ ആൾക്കാർ ഇതെടുത്ത് സംസാരിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്. അതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ കുറേ നാളായിട്ട് ഇവർ ഒരുപാട് കാര്യങ്ങൾ ഇതേ കണക്ക് ചെയ്യാറുണ്ട്. അങ്ങനത്തുള്ള എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേക്ക് ഓരോരോ ആൾക്കാരെ ഭയങ്കരമായിട്ട് ചൊടിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരോട് കുറച്ച് പേർക്കധികം ദേഷ്യമുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നു ഇത് പിന്നെയും വന്ന് ചാടിയിട്ടുണ്ടായിരുന്നു. ഇതിനുണ്ടെങ്കിൽ മറുപടി എന്നുള്ള രീതിയിലൊക്കെ ഉണ്ടെങ്കിൽ ദിയൊക്കെ പോസ്റ്റ് ഇടാറുണ്ടായിരുന്നു. എപ്പോൾ നോക്കിയാലും ബാക്കിയുള്ളവരുടെ കാര്യം നോക്കി നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ സംസാരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ നെഗറ്റീവ് മാത്രമേ പറയത്തുള്ളൂ. അങ്ങനെ ഇരുന്നാൽ ശരിയാവത്തില്ല. ബാക്കിയുള്ളവരെ എപ്പോഴും ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിൽ കാണാൻ വേണ്ടി ശ്രമിക്കുക, പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ നോക്കുക. അതല്ലാതെ നെഗറ്റീവായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല എന്നുള്ള രീതിയിലായിരുന്നു ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. എന്തായിരുന്നാലും ശരി, ഇതൊക്കെ വന്നാൽ പോലും ഉണ്ടെങ്കിൽ പിന്നെയും ആൾക്കാർ ദിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് രംഗത്ത് വന്നുകൊണ്ടേ ഇരിക്കുന്നത്. ഇത്രയും ചെയ്ത് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്, അങ്ങനെയാണെന്ന് പറഞ്ഞ് ഒരുപാട് പേര് ഇപ്പോഴും സംസാരിക്കുന്നുണ്ട്.